നമ്മൾ നമ്മുടെ യാത്ര ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. പോവാ നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജുവാൻ ഹാങ്ഔട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് പറഞ്ഞേ. ഹായ്. നമ്മളിന്ന് എങ്ങടാ പോണേ? നമ്മളിന്ന് ഇവിടെ ഈദിന്റെ മുടക്കൊക്കെ തുടങ്ങി. ഇന്ന് സൺഡേ ആണ്. നമ്മളിന്ന് ഔട്ടിങ്ങിന് വേണ്ടി പോവാണ്. ഇവിടെ ഫ്ലെമിഗോനെ കാണാനാ പോകുന്ന ഒരാൾ പറയണേ. ഫ്ലെമിഗോനെ കാണാനല്ല, നമ്മളിന്ന് എവിടേക്കാ പോണാണ്ടപ്പാ? കൊർഫോക്കാൻ ബീച്ചിലേക്കാണ് പോണേ. അവിടെ ചെന്നിട്ട് എങ്ങനെയാ തിരക്കുന്നൊന്നും അറിയില്ല. അവിടെ പോയിട്ട് എന്നിട്ട് നമുക്ക് കാണാം അവിടുത്തെ വിശേഷങ്ങൾ. അത് കുത്തനക്കടന്നല്ല. ഫോണും പിടിച്ചിറങ്ങും. ഐഡിയ സാധനം സിമെന്റ് തന്നെ നമ്മുടെ നാട്ടിൽ നെറ്റിടില്ല. അതിന്റെ പകരം അതോ വെള്ളം പോവാൻ മല പൊട്ടിച്ച് ഇതാക്കത കണ്ട കോറി, വലിയ കോറി. അത് കണ്ട നമുക്ക് പൊടിക്കണം. പക്ഷേ ട്രഷറൊക്കെ ഉണ്ട്. കണ്ട ഇത് നല്ല ഈ ടണലിൽ കൂടെ ആദ്യമായിട്ടല്ല പോണേ. അങ്ങനെ നമ്മള് പുതിയ ടണലിന്റെ ഉള്ളിൽ കൂടെ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ടണലിന്റെ ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം വലിയ ടണലല്ലേ. അങ്ങനെ നമ്മള് പുറത്തേക്ക് എത്തി. വെൽക്കം ടു കൊർഫോക്കാൻ. അടുത്ത ടണൽ ടണല് ഇവിടെ ടണല്. ഇതാണ് ഷീപ്പ് റെസ്റ്റ് ഏരിയ. ഇത് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമല്ല, റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. നഴ്സറി സാധനങ്ങൾ മേടിക്കാൻ. അടുത്ത ടണല് വരുന്നുണ്ട്. കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. നല്ല വിലയാണ്. രസമുണ്ടല്ലോ കാണാൻ. നെക്സ്റ്റ് ടണൽ. ഈ റോഡ് എടുക്കാനൊന്നുമില്ല പറഞ്ഞു. എന്താ പറയാ, വെള്ളമൊക്കെ നേരത്തെ മുന്നേ പോയിട്ടുണ്ടാവും. വിജയ ചേട്ടനും റിച്ചാർഡിൻ്റെയും അവരെ മുമ്പ് സ്ഥലം കണ്ടുപിടിക്കണം. മ്യൂസിയം നമ്മൾ ഒമാനിക്ക് കടന്നു. ഒമാനിത്തെ ഐറ്റംസ് ആണ്.
ആരൊക്കെ ഉണ്ടായില്ലേ? ഹലോ. സത്യം പറഞ്ഞ ഇത് ഒമാനാണ് കേട്ടോ. നമുക്ക് ഇവിടെ വരുടെ നാളെയാണ് ഇവിടെ നോമ്പ് ഈദ്. എന്നപ്പോ ഇങ്ങോട്ട് നോക്കൂ. ഇതാരൊക്കെ ഇരിക്കണ അതിൻ്റെ ഉള്ളില്? കുറവുണ്ടായിരുന്നു. ഹലോ, ഇതാരത്? ചുച്ചു എവിടെ? ചുച്ചു മരുന്ന് നോക്കുന്നല്ലോ. നല്ലൊരു വെള്ളച്ചാട്ടം അല്ല, ചെറിയൊരു വെള്ളം വീഴുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട്. സ്റ്റാർട്ട്. നല്ല വഴിയല്ലേ, നല്ല രസമായിട്ടുള്ള ഇല്ലേ? ഡാമിലേക്ക് പോകണം നമ്മൾ. സനാ ഡാം. വില്യംസന്റെ വണ്ടി ബാക്കിലുണ്ടല്ലോ. ഇത് വെള്ളമില്ലാത്ത ഡാമിലേക്കാണ് നമ്മൾ വന്നത്. ഇത് കേരടാ. അല്ല, ഇതെന്താ പ്രൊജക്ടിന്റെ പേരായിരിക്കും. ഇവിടെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാട്ടാ. നമ്മുടെ മലയാളി തന്നെയാണ്.
ഇത് ഡാമാന്നൊക്കെയാണ് പേര്, പക്ഷെ ഒരു തരി പൊടി പോലും വെള്ളമില്ല. ഇവിടുത്തെ ഡാമുകളൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ മഴ പെയ്യില്ല. പിന്നെ എന്തിനാണ് ഇവരിവിടെ ഡാം പണിതിടണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വെള്ളല്ലേ? അത് വെള്ളമില്ലല്ലോ മമ്മി, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ചേട്ടൻ തിരിച്ചു വരെന്താണോ? ചേട്ടനല്ല ആ വണ്ടി മുന്നേ പോണം. എന്താണെന്നറിയോ, മണ്ണ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതിനാ പറ്റുള്ളൂ. നമ്മുടെ വണ്ടി ചിലപ്പോൾ കുടുങ്ങും. കുഴപ്പമില്ല, ആൾക്കാരുണ്ട് തോന്നണം. മമ്മി കവലപ്പെടാതെ ചാമി. ചേട്ടന്റെ തുമ്മല് പോലെ എനിക്ക് തോന്നി. ചേച്ചിക്കല്ലേ പറ്റ പായും കടക്കൊക്കെ എടുത്തിട്ട് എങ്ങടാ വില്യം ചേട്ടാ? പായും തലോണൊക്കെ ആയിട്ട് നോക്കിയാ അവിടെ പാരച്ചൂട്ട് ഇറങ്ങണ. എന്താ രസം. കേറണ്ട പാരച്ചൂട്ടില് വില്യം ബ്രോ? ഇല്ല, ലാൻഡ് ചെയ്യണോ? എന്താ രസല്ലേ ജൂജു. അന്നേരം എന്നോട് മുതലാളിക്ക് ആദ്യം കൊടുക്കാം. മുതലാളിക്ക് ആദ്യം പകുതി തന്നെ ഉള്ളു. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയപ്പോ മറ്റേ ആന്റി കൊന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ പോയിട്ട് മുകളിൽ പോയിട്ട് ഭയങ്കര കാറ്റ്, ഫുള്ള് കാറ്റായിട്ടോ. അല്ല അന്ന് പറഞ്ഞോ. നമ്മുടെ മുട്ടൊക്കെ പോണെങ്കിൽ നമുക്ക് ക്രോസ് വേണ്ട. നമ്മളങ്ങനെ കോർഫക്കാൻ ബീച്ചിൽ നിന്ന് ടേബിൾ ടോപ്പിന്റെ അവിടേക്ക് പോകാതെ കാണുന്ന സ്ഥലത്തേക്ക് മല കയറാൻ പോവാണ്. നല്ല രസമുണ്ടല്ലോ സ്ഥലം. ഞാൻ കിടക്കാൻ പറ്റുമോ? നിന്നിട്ട് നോക്കാൻ മതി.
അവിടെ ചെന്നിട്ടുണ്ടടാ. എങ്ങനെയുണ്ട് മമ്മി? ആ നല്ല രസമുണ്ട്. ആ പൂവ് പൂവ്. ആ കാണുന്നതാണ് ലൈറ്റ്. എന്ത് രസല്ലേ. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് കേട്ടോ. ആ അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോവാ. എവിടെ അതിനകത്തുണ്ടല്ലേ? ആ അത് സിമി ചേച്ചി അതിനകത്തുണ്ടല്ലോ. ഹലോ റോസു. ജോജു ഏറ്റവും ചെറിയ കുട്ടികളാണ്, ഓരോ സമപ്രായക്കാരാണ് തമ്മിൽ കളിക്കുന്നതെന്ന്. ഇതിന്റെ മോള് വരും, ഇതിന്റെ മോള് വരും. സ്പോട്ട് മൊബൈല് പിടിക്ക്, ഫോട്ടോ പിടിക്ക്. ഞാൻ എടുക്കണ്ട്. ആ പോന്നോ? എടുത്തു അടുത്ത ആളെ ചാടും. നമ്മളവിടെ പോയത് കേറിണ്ടാവും സ്റ്റെപ്പ്. അല്ല ആശ്ലി പോയി അവര് കഴിഞ്ഞ പ്രാവശ്യം ആരുമില്ലാണ്ട് ഞാൻ അവിടെ സമ്മതിക്കണ്ടേ ഞാൻ പറയാം.
ഇതാണോ ക്യാൻഡിഡ് ആണോ? അപ്പാ അല്ലേ മണ്ടേലോ ഒരു മിനിറ്റ് വെച്ചോട്ടെ തറയിൽ വെച്ചോട്ടെ അതിനൊന്ന് ഇറക്കിക്കോട്ടെ ലാൻഡ് ചെയ്തോട്ടെ ആദ്യം വേണം ഒരു മിനിറ്റ് വേണം പൊട്ടിക്കോട്